സണ്ണിയുടെ പേഴ്സണൽ കൺവിക്ഷൻ പറഞ്ഞു. ഞാൻ എൻ്റെ പേഴ്സണൽ കൺവിക്ഷനോട് പറയാം. വയസ്സ് 62ആയി. 10-35 വർഷമായിട്ട് കുവൈറ്റിൽ ജീവിക്കുന്നു. ഞാൻ മറ്റ് പിന്നെ എന്താ പറയുക, മതസ്ഥരായിട്ടുള്ളവരോ സമുദായസ്ഥരായിട്ടുള്ളവരുടെ ഇങ്ങനെയുള്ള സാമൂഹ്യ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആവശ്യം വന്നാൽ അവരുടെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ തലേദിവസം പോവുക, കാണുക, പോരുക എന്നല്ലാതെ ഇങ്ങനെയുള്ള സാമൂഹിക ചടങ്ങുകളിൽ പോകുന്നതിന് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. 1 പ്രാവശ്യം അബദ്ധത്തിൽ ചെന്ന് ചില സ്ഥലങ്ങളിൽ പെട്ടിട്ടുള്ള ഒഴിച്ചാൽ അത് പോയ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ കുറ്റബോധം തോന്നി. അതെനിക്ക് ഒട്ടും ഞാൻ സന്തുഷ്ടനായില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന വ്യക്തിയാണ്. അത് പോകുന്നത് എനിക്ക് ഒരിക്കലും സന്തുഷ്ടമായ ഒരു അനുഭവമായി തോന്നിയിട്ടില്ല. ഞാനിങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ വിഷയാറില്ല, അവരെന്നെ വിഷയണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുമില്ല. മറ്റെല്ലാ രംഗങ്ങളിലും അവരെ നമുക്ക് സഹായിക്കേണ്ടെങ്കിൽ സഹായിക്കാൻ, പോകേണ്ടവരെ പോയി കാണാം, എല്ലാം ചെയ്യാം. എന്നാൽ മതപരമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ഒഴിഞ്ഞു നിൽക്കാനായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് ശരിയെന്നാണ് എൻ്റെ ബോധ്യം. അല്ല, അത് ചടങ്ങ് ഒഴിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ ഉത്സവങ്ങളിൽ നമുക്ക് പങ്കുണ്ടാകേണ്ട ആവശ്യമില്ല. അത് അവരുടെ വിഷയമാണ്, അത് അവരുടെ മതപരമായ വിഷയമാണ്. ഐ ഹാവ് നത്തിങ് ടു വിത്ത് ദാറ്റ്. ഇറ്റ് ഈസ് ടു ഡു വിത്ത് ദെയർ ഫെയ്ത്ത്. അവർക്ക് ഒരു വിശ്വാസമുണ്ട്. എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അവരുമായിട്ടുള്ള പറഞ്ഞാൽ ലോകപരമായിട്ട് ഒരു ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ പരിചയമുള്ളവരാകാം, അയൽപ്പക്കക്കാരാകാം. അപ്പോൾ അവരെ ആ നിലയിലുള്ള പരിചയത്തിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ എനിക്ക് ആശംസിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല രാജ, പിന്നെ വിഷ് ചെയ്യുന്നതിന് തെറ്റാണെങ്കിൽ പിന്നെ നമ്മൾ ഈദ് ഹോളിഡേയ്സ് അവർ നമുക്ക് തരുന്നില്ലേ, അത് നമ്മൾ എടുക്കുന്നില്ലേ സന്തോഷമായിട്ട്? അപ്പൊ പിന്നെ അവരെ വിഷ് ചെയ്യുന്നതിന് അതിപ്പോൾ ഞാൻ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കില്ലല്ലോ. ഹോളിഡേയ്സ് അവർ തരുന്നത് നമ്മൾ വീട്ടിലേക്കല്ലേ ഉള്ളൂ. ഓഫീസിലാരും ഇല്ലല്ലോ, ഓഫീസ് അടച്ചിട്ടിരിക്കല്ലേ, എന്താ ചെയ്യുക? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈസ്റ്ററിനും ക്രിസ്മസിനും ഓഫ് എടുക്കുന്ന ആളല്ല. ഞാൻ അന്ന് ജോലി ചെയ്യാറുണ്ട്. എന്നോട് വിഷ് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത് ഞാനത് ആഘോഷിക്കുന്ന വ്യക്തിയല്ല. എന്നെ സംബന്ധിച്ചോളം ക്രിസ്മസ് എന്നോട് സംസാരിക്കുന്നവരോട് ഞാൻ ആ സമയം എൻ്റെ ക്രൈസ്തവ വിശ്വാസം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനോട് പറയാറുണ്ട്, ക്രിസ്മസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതൊരു ദിവസമായിട്ട് ബന്ധപ്പെടുത്തിയ വിഷയമല്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറയാറുണ്ട്, ആരോട് പറഞ്ഞാലും. നമ്മൾ ഇത് പല പ്രാവശ്യം എനിക്കൊന്ന് പല സന്ദർഭങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വിഷയമാണത്. എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചേർത്ത് പറയുമ്പോഴാണ് ഇപ്പോൾ അത് കൺക്ലൂഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് ഒഴിവാക്കാൻ കഴിയുന്നവർ ഒഴിവാക്കുക, നമുക്ക് പരമാവധി ഒഴിവാക്കാവുന്ന മേഖലയാണ് ഒഴിവാക്കുക. ഇനി അതാരെങ്കിലും പറഞ്ഞാൽ അതിൽ വലിയ തെറ്റെന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില സാഹചര്യങ്ങളിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവജനത്തെ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുന്നവർ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ വിഷ് ചെയ്യുന്നതിനകത്ത് ഇപ്പോൾ ഒരു ഓഫർ കിട്ടാനായിട്ടൊന്ന് ബോസിനൊരു മുബാറക്ക് കഴിക്കുന്നതിനകത്ത് കുഴപ്പമില്ലെങ്കിൽ. ഒരു സെക്കൻഡ്, ഞാൻ കത്തോലിക്കെന്ന വിശ്വാസത്തിൽ വന്നതെന്താണ്, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും തന്നെ കൂടി വരുന്നത് ഒട്ടുമിക്കവാറും മതപരമായ ചടങ്ങുകൾക്കാണ്. പള്ളിപ്പെരുന്നാൾ, മാമോദിസ, സൈരലേപനം, കുർബാന, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒട്ടുമിക്കവാറും ഫംഗ്ഷൻസ് അവിടെ നടക്കാറ്. ആ ഫംഗ്ഷൻസുകൾ ഞാൻ പോകാറില്ല. കാരണം അത് പള്ളിയിലല്ല നടക്കുന്നത്, അവർ വീട്ടിലാണ്. വെറും ഭക്ഷണം മാത്രമാണ് അവിടെ കഴിക്കുന്നത്, വേറെ ഒരു ആചാരങ്ങളും തന്നെ അവിടെ ഇല്ല. പക്ഷെ ഞാൻ അവിടെ പോകാതിരിക്കുന്നത് ആ കാര്യത്തോടെ എനിക്ക് വിമുഖതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വാക്കാലം പറയുന്നത് പാപമല്ല. ഇപ്പോൾ ഒരു മുസ്ലിം ഒരാൾ എന്നോട് വന്നിട്ട് ഇത് മുബാറക്ക് പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പറയും, കാരണം അവൻ്റെ ഒരു സന്തോഷം അപ്പോഴത്തേത് വെച്ചിട്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊരു ആശംസ അർപ്പിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യരുത്. തിരിച്ച് ഇങ്ങോട്ടൊരു ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ അങ്ങോട്ട് പറയുന്ന മാതിരിയല്ല ഇത്. നമ്മൾ മുൻകൈ എടുത്ത് ഒരു ഇത് മുബാറക്ക് ഹാപ്പി ആവണം അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നമ്മളതിൽ സന്തോഷം കണ്ടെത്തി അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു സാമൂഹിക പ്രതിബദ്ധത നമ്മുടെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പറയാനുള്ളൊരു ഇതില്ല. ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ പറയാം, അതിന് അവൻ വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട്, തെറ്റല്ല. മുൻകൈ എടുത്ത് ഒരിക്കലും അങ്ങോട്ട് ചെയ്യരുത്. കാരണം നമ്മൾ സന്തോഷിക്കാത്ത കാര്യം, ഇപ്പോൾ കല്യാണം, മരണം, ഇതിനൊക്കെ നമ്മൾ പള്ളികളിലൊക്കെ പോകുന്നതാണ്. ശവസംസ്കാരത്തിനും എല്ലാത്തിനും പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോകുന്നതാണ്. ജനനം, മരണം, അതിനൊക്കെ അല്ല കല്യാണം, അങ്ങനെയൊക്കെ അതിലെല്ലാം നമുക്ക് സന്തോഷം ഉള്ള കാര്യത്തിൽ നമ്മൾ സന്തോഷം അർപ്പിക്കുന്നു. പക്ഷെ തിരിച്ച് അങ്ങോട്ട് പോയി പറയേണ്ട കാര്യം തീർച്ചയായിട്ടും ചെയ്യാതിരുന്ന അത്രയും നേരിട്ട് സംസാരിക്കുന്ന കുറച്ചല്ല, സോഷ്യൽ മീഡിയ കൂടെ ഗ്രൂപ്പുകൾ കൂടെ ചെയ്യാതിരുന്ന അത്രയും നല്ലതാണ് പറഞ്ഞത്. അതെ, സോഷ്യൽ മീഡിയ പരമാവധി ഒഴിവാക്കുക. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? നമുക്ക് ടൈമില്ല കേട്ടോ, നമ്മുടെ ഓരോ ടൈമും നമുക്ക് കിട്ടേണ്ട അറിവുകളാണ് നഷ്ടപ്പെടുന്നത്. ഒരു ചോദ്യം, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ
നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സുകളെ, അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട പുതിയ ഫ്രണ്ട്സുകളുമായിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം മാതിരി നേരിട്ട് പരിചയപ്പെട്ട സുഹൃത്തുക്കളെ പോലെ തന്നെ ആരെങ്കിലുമായിട്ട് നല്ലൊരു ക്ലോസ് സുഹൃത്താവാൻ സാധിച്ചിട്ടുണ്ടോ? ആശയങ്ങൾ പങ്കുവെച്ചതിന് ശേഷം, ഫ്രണ്ട്സ് ആയതിനു ശേഷം ആ റിലേഷൻഷിപ്പ് നേരിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ? ഞാനൊരു സംശയം പോലെ ചോദിക്കുകയാണ്. അല്ല, പൊതുവായിട്ട് അങ്ങനെ നല്ലൊരു ആത്മാർത്ഥമായ സുഹൃത്ത് വർഷങ്ങളായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് സോഷ്യൽ മീഡിയ കൂടെ ഒരാളെ പരിചയപ്പെട്ടു, പുള്ളിയെ വിവാഹം കഴിച്ചപ്പോൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെയാണോ? ഭർത്താവും ഭാര്യ കണ്ടു, പരിചയപ്പെട്ടു, സ്നേഹിച്ചു. ഓക്കെ, അത് വിവാഹ ജീവിതം, അത് ആ ബന്ധമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ സുഹൃത്ത് ബന്ധം അവിടം വരെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്, വിവാഹ ബന്ധം അത് ആ ആശയവിനിമയം പ്രേമത്തിലേക്ക് വഴിമാറിയിട്ടാണ് വിവാഹം ചെയ്യുന്നത്. പക്ഷെ സുഹൃത്ത് ബന്ധം ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് സുഹൃത്തുക്കളെ ലഭിച്ചിട്ട് അത് വർഷങ്ങൾ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടോ നേരിട്ട്? അങ്ങനെ ഒരു അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് വ്യക്തിപരമാണ്. നമുക്ക് ആ വ്യക്തിയോട് നമുക്ക് താല്പര്യം തോന്നാം. അല്ല, അങ്ങനെ ഒരു നേരിട്ട് ബന്ധം കൊണ്ടുപോയിട്ട് അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ നമ്മുടെ ചർച്ചയിരിക്കുന്ന ഒരു അനുഭവം ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഡിസ്കഷന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ആളുകളും ബന്ധങ്ങളും കുറവായിരിക്കാം. പക്ഷെ വളരെ ശതമാനം കുറവായിരിക്കാം. നേരിട്ടുള്ള ഇടപാടുകൾ നിമിത്തമുള്ള ബന്ധങ്ങൾ തന്നെയാണ് കൂടുതൽ നിലനിന്നിട്ടുള്ളത്. ഗ്രൂപ്പുകളിലൊക്കെ ധാരാളം ആളുകൾ അങ്ങനെ ഒരു ഈവൻ നമ്മുടെ ബ്രദറൻ ചർച്ച് ഡിസ്കഷൻ നടത്തുന്ന ഗ്രൂപ്പുകളിൽ തന്നെ അവരിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്, ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ, ബന്ധപ്പെട്ട സംശയങ്ങളോ? സോഷ്യൽ മീഡിയയിൽ കൂടി സുവിശേഷമല്ലാത്ത നമ്മുടെ ബ്രദറുകാരുടെ അല്ലാത്ത മെസ്സേജസ്, വോയിസ് മെസ്സേജസ് കേൾക്കുന്നത് തെറ്റാണോ? പെന്തുക്കോസുകാരുടെയോ അല്ലെങ്കിൽ മർത്തോമക്കാരുടെയോ അല്ലെങ്കിൽ ഈവൻ സംവാദങ്ങളോ? അല്ല, വോയിസ് അല്ല കുഴപ്പം. നമ്മളത് ഓൾറെഡി രാവിലെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണത്. അത് തെറ്റൊന്നുമില്ല. നമ്മൾ വിശ്വാസം ഉറപ്പുള്ളവരാണെങ്കിൽ തെറ്റില്ല. പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതൊരു ഒരു പരിധി. നമ്മൾ രാവിലെ ഒരു 18 വയസ്സ് 19 വയസ്സ് വരെയൊക്കെ അത് പിള്ളേരെ പൂർണ്ണ വളർച്ച എത്തുന്നതാണ്. നമ്മളവരെ ഈവൻ ഗവൺമെൻറ് പോലും അതിന് മുൻപ് അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളല്ല. കാരണം അവർക്ക് ആ മെച്യൂരിറ്റി ഇല്ല, അവരുടെ ബ്രെയിനിന്. അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപ് കുഞ്ഞുങ്ങളെ നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മളുടെ കൺട്രോളിൽ മാത്രം അവരെ കാര്യങ്ങൾ കാണിക്കുക. ഒരു 18 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 17 വയസ്സ് വരെ. അതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് അല്ല, നെറ്റ് കൊടുക്കാതിരിക്കുന്ന നല്ല. ടി വി കാണിക്കുന്നതാണ് നെറ്റിനെ വെച്ച്. ടി വി കാണിക്കണം ഞാൻ പറഞ്ഞില്ല, പക്ഷെ നെറ്റിനെ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി ടി വി അല്ലെങ്കിൽ നല്ല ബുക്സുകൾ മേടിച്ച് വായിച്ച് പഠിക്കട്ടെ അവർ. അതൊക്കെയാണ് നല്ലത്. നെറ്റ് അല്ല, നെറ്റ് വളരെ അപകടമാണ്. ഇൻ്റർനെറ്റ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിലത്തപ്പം നമ്മൾ ഓർക്കണം, അവരെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. നമ്മളൊന്നും അവരെ കുഞ്ഞുങ്ങളെന്ന് നമ്മൾ തന്നെ അവരോട് പറയും, എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ല അല്ലേ. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു വേടാ കുഞ്ഞുങ്ങളോട്. അല്ലെ ചില വലിയ പിള്ളേരോട് പറയും, നീ ഇപ്പോഴും നിന്റെ പെരുമാറ്റം കണ്ടാൽ 2 വയസ്സുള്ള അല്ലെങ്കിൽ 5 വയസ്സുള്ള പിള്ളേർ കൂട്ടാൻ. ഇതൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പിൻപിലൊരു സൈക്കോളജി ഉണ്ട്. കുഞ്ഞുങ്ങൾക്കൊരു സൈക്കോളജി ഉണ്ട്, നമുക്കൊരു സൈക്കോളജി ഉണ്ട്. കാരണം അവർ ഒരു കാര്യം പല പ്രാവശ്യം പറഞ്ഞാലും അവർക്ക് ടെൻഡൻസി ഉണ്ട് തെറ്റിയാനായിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. 10 വയസ്സുള്ളവരും ആ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ നെറ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനിൽ വരുമ്പോൾ ഇതൊക്കെ ഈ ക്യാരക്ടർ അവിടെയും കാണിക്കും അവർ. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തടത്തോളം നമ്മളവരെ ഫ്രീ ആയിട്ട് വിടരുത്. ഞാൻ 13 ദിവസം ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കുകാർ വെച്ചേക്കുന്ന ഒരു ലോ അല്ലെങ്കിൽ അവരുടെ ഒരു മിനിമം ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു. അതേസമയം വാട്സപ്പിന് അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സിം കാർഡ് വേണം. സിം നമ്പർ കൂടെ വാട്സപ്പ് ഇമെയിൽ ID ഒന്നും വേണ്ട. സിം കാർഡിൽ കൂടെയാണ് വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ലോജിക്കലി പറഞ്ഞാൽ സിം കാർഡ് എടുക്കണമെങ്കിലുള്ള പ്രായം മിനിമം അതിന് വേണം. അത് നമ്മൾ പറഞ്ഞ ലോകപ്രകാരമുള്ളത്. അതിന് മുമ്പ് കൊടുത്താൽ ഗവൺമെൻറ് ലോ വെച്ച് നമ്മളെ അവർ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്ഷൻ എടുക്കാൻ പറ്റും. ഈവൻ ഗവൺമെൻറ് ലോയിൽ
നമ്മളെ സംബന്ധിച്ച് ഒരു 17-18 വയസ്സാണ് പൊതുവേ ലോകം മുഴുവൻ ഒരു മെച്യൂരിറ്റി ആവാൻ അല്ലെങ്കിൽ പ്രായപൂർത്തി ആവാനായിട്ട് ആൾക്കാർക്ക് വെച്ചേക്കുന്നത്. അതൊരു അനേക സ്റ്റഡിയുടെ ഫലമായിട്ട് അത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അത് ഒരു മിനിമം നമുക്ക് അതുവരെ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിൽ തെറ്റില്ല. ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമുക്ക് കോമൺ ഫേസ്ബുക്കുകളോ കോമൺ അക്കൗണ്ടുകളോ പബ്ലിക്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവർ യൂസ് ചെയ്യാനായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ട്, ധാരാളമുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ. ഒരു 17-18 വയസ്സ് വരെ നമ്മുടെ അണ്ടറിൽ മാക്സിമം വ്യക്തിപരമായിട്ട് അവർക്ക് അതിനപ്പുറത്തേക്ക് റിലേഷൻ്റെ ആവശ്യമില്ല അവർക്ക്. പിന്നെ ഡാനി നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട്ട് ആ ഒരു നോർമൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വീട്ടിലില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പോകും. ആ ഒരു പാർട്ട് പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടുണ്ട്. ട്രോൾ ആ അല്ല, അതിനെ നമുക്ക് ക്രിയാത്മകമായിട്ട് ഈ ട്രോളിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രോളെന്ന് പറയുന്നത് ഈ പണ്ടത്തെ കാലത്ത് ഒരു മതത്തെക്കുറിച്ച് വിമർശിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അത് ഭയങ്കര വർഗീയ പ്രശ്നമാണ്. ഇന്നത്തെ കാലത്ത് ഒരു ട്രോളിൽ കൂടെ നമുക്ക് വലിയൊരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ട്രോളുകൾ എന്ന് വെച്ചാൽ അത് കൂടുതലും ഫലിതത്തിൽ കൂടെ സംവദിക്കുന്ന കാര്യമാണ്. അത് ലോകത്തിൽ പണ്ടുതൊട്ടേ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനതിനെതിര് പറയത്തില്ല. ഞാനും ഇടയ്ക്കൊക്കെ ട്രോൾ പറയത്തില്ലേലും ഒരു നൈസർഗികമായിട്ടൊരു തമാശ പറയണ്ട. അത് ചില സമയങ്ങളിൽ വളരെ ഫലം ചെയ്യുന്ന ഒരു കാര്യം. അത് എന്നാൽ ആൾക്ക് വേദനിക്കുന്നതുമില്ല, എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് അവരെ മുഷിപ്പിക്കാതെ പറയാൻ സാധിക്കും. അത് ക്രിയാത്മകമായിട്ട് നാം അത് ചെയ്യുന്നതിനകത്ത് തെറ്റില്ല. നമ്മളത് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നുള്ളതല്ല പറഞ്ഞത്, എങ്കിലും നമുക്കതൊരു പോസിറ്റീവ് രീതിയിൽ നമുക്ക് അതെ. ഇവിടെ പുതിയ ഭരണകൂടങ്ങൾ മാറി വരുമ്പോൾ അവരിറക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഒരു മന്ത്രി ഒരു നിയമം ഇറക്കുകയാണെങ്കിൽ ആ മന്ത്രീനെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഉള്ള ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളത് ഷെയർ ചെയ്യാൻ പാടില്ല. സോഷ്യൽ മീഡിയ മുഖേന അങ്ങനെയുള്ള വാർത്തകൾ ഞാൻ പറഞ്ഞത് അതിനൊരു ശക്തിയുണ്ട്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തിയുണ്ട് ആ ട്രോളുകൾക്ക്. നമ്മൾ ഒത്തിരി ഇപ്പം ഞാൻ ഈ 10 മിനിറ്റ് പറയുന്നതിനേക്കാൾ ഒരു ഒറ്റ സെന്റൻസിൽ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, പക്ഷെ ഒരു ഭരണകൂടം ഇറക്കിയ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള വാർത്തയാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ അല്ല. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായതുകൊണ്ട് അവരെ വിമർശിക്കാനുള്ള അധികാരം നമ്മുടെ ഭരണഘടനയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭരണഘടന പ്രകാരം വിമർശിക്കുന്നത് തെറ്റില്ല നമുക്ക്. അപ്പൊ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ രാജാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ളൊരു കീഴടങ്ങിയിരിക്കണം. പക്ഷെ നിയമം അനുസരിക്കണല്ലോ. അപ്പൊ പിന്നെ നിയമം ഇറക്കി കഴിഞ്ഞാൽ അത് അനുസരിക്കണം. ഭരണഘടന സ്വാതന്ത്ര്യം ആ വോട്ടെടുപ്പ് വരെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ചോദ്യം ചെയ്യാം, പക്ഷെ അനുസരിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ എതിരഭിപ്രായം നമുക്ക് ഒപ്പോസിഷൻ പാർട്ടി തന്നെ ഉണ്ടല്ലേ, പ്രതിപക്ഷം തന്നെ ഉണ്ട് നമുക്ക്. അപ്പൊ അത് എല്ലാത്തിനെയും നമുക്ക് ആ രീതിയിൽ അത് ഭരണകൂടത്തിന്റെ ഫലപ്രദമായിട്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ വിശ്വാസികൾ അതിലൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. വിശ്വാസികൾ ട്രോൾ ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ ഈ പണ്ടോട്ടെ മാഗസീനുകളിലൊക്കെ ചെറിയ കോളം വരാറുണ്ട് അല്ലെ, എല്ലാ മാഗസീനുകളിലും ചെറിയൊരു കോൾ എന്തെങ്കിലും ഉപദേശിക്കുന്നു അച്ചാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു രസകരമായിട്ടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതെ, അത് നമ്മൾ ആദ്യം അതായിരിക്കും നോക്കുന്നത് പെട്ടെന്ന്. കാരണം ഒരു വലിയൊരു മെസ്സേജ് ഒരു ഒറ്റ 1-2 വാക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സമയം ചോദ്യങ്ങൾ ആർക്കെല്ലാം ഉണ്ട്? മൊബൈൽ ഫോൺസ് ആയാലും ടെക്നോളജി, the growth of technology as a whole, ഇത് we should understand this part of Satan's largest the largest scheme. ആൻറ്റിക്രൈസ്റ്റിൻ്റെ അപ്പിയറൻസിന് മുമ്പായിട്ട് അവൻ്റെ എന്താ പറയുക ആ ഡിസെപ്ഷൻ്റെ ഭാഗമാണ് നമ്മളിന്ന് നമ്മുടെ ഫെസിലിറ്റീസായിട്ട് കൊണ്ടു നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അതെന്നുള്ള നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. സോ ഈ നമുക്കറിയാം നയഗ്ര വെള്ളച്ചാട്ടം നയഗ്ര ഫോളിൻ്റെ അടുത്തോട്ട് ചെല്ലും തോറും അതിൻ്റെ സ്പീഡ് കൂടുകയാണ്. ഒഴുക്കിൻ്റെ അത് നല്ല ബിയോണ്ട് ദാറ്റ് ഈസ് അബീസ്. മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗർത്തമാണ്, താഴ്ചയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വളരെ വേഗം ഒഴുകി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിനെല്ലാം നൽകി നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, വി നോ, വി ആർ ഹുക്ക് ടു ദിസ്. നമ്മുടെ സോഷ്യൽ സിസ്റ്റം ഇസ് ലൈക്ക് ദാറ്റ്. നമുക്ക് ഇല്ലാതെ ഒക്കത്തില്ല.
പക്ഷേ വി മസ്റ്റ് ബി വെരി വെരി കെയർഫുൾ. നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിഷപ്പാമ്പിനെ കൊണ്ടു നടക്കുന്നത് പോലെ നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശീലിക്കണം. ടെക്നോളജി ഇവിടെ അവസാനിക്കുന്നില്ല. ടുമോറോ ഇറ്റ് വോണ്ട് ബി സ്മാർട്ട് ഫോൺ, ഇറ്റ് കുഡ് ബി സംതിങ് ബിയോണ്ട് ദിസ്. ദ വേ തിങ്സ് ആർ പ്രോഗ്രസിങ് നൗ. നമ്മൾ ചിന്തിക്കാതിൻ്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നാളെ വന്നെന്ന് വരും. പക്ഷേ അവിടെയും നമ്മൾ ദിസ് ഷുഡ് ബി അവർ വാച്ച് വേർഡ്. നമ്മൾ ഇത് ദൈവത്തിൽ നിന്ന് തന്നിരിക്കുന്ന നന്മയായിട്ട് കരുതണ്ട. ഇത് സാത്താൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അത് വളരെ സൂക്ഷിച്ച് വിവേകത്തോടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കാൻ നോക്കണമെന്ന് നമ്മളെ സഹായിക്കട്ടെ. കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിന്ന് രാവിലെ ഈ കാര്യം ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നൊരു ഭാഗം, നാം ഇപ്പോൾ ചിന്തിച്ച വിഷയമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അഥവാ കമ്മ്യൂണിക്കേഷൻ, അന്യോന്യമുള്ള ആശയവിനിമയം ഏറ്റവും അതിൻ്റെ എന്താ പറയുക അത്യുച്ച കോടിയിലെത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് പ്രളയത്തിന് ശേഷം വംശങ്ങളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ അവരെല്ലാവരും കൂടി നാം ജെനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 1 വായിക്കുന്നത് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. വളരെ ഈസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു, ആശയവിനിമയം ചെയ്യാമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയിൽ ഇന്ത്യയിലെ പോലെ അധികം ലാംഗ്വേജസ് ഇല്ല. എല്ലാ ചൈനീസും അവരുടെ ആ മാതൃഭാഷ സംസാരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ രാജ്യം എത്രമാത്രം വളർന്നു വന്നത്. ഇവിടെ നാം വായിക്കുന്നത് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അതുകൊണ്ട് ആ ജനങ്ങൾ ദൈവത്തെ പോലും മറുതരിച്ച് അല്ലെങ്കിൽ ആ ആകാശത്തോളം ഉയരുന്നതായിട്ടുള്ള ആ മാളിക കെട്ടിപ്പടുക്കാനൊക്കെ ആയിട്ട് അവർ ശ്രമിച്ചു. എന്നാൽ നമ്മുടെ വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6-ാം വാക്യത്തിൽ അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷ ഒന്ന്. പിന്നീട് നാം വായിക്കുന്നത് സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയാൽ അവർ ചിതറിപ്പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അന്ത്യകാലത്ത് ഒരു ലക്ഷണമായിട്ട് ഇപ്പോൾ ഒരാഴ്ച പറഞ്ഞ പോലെ വേണം നമുക്കത് മനസ്സിലാക്കാനായിട്ട്. സാത്താൻ അവൻ്റെ എല്ലാ തന്ത്രങ്ങളും ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഷയത്തിൽ ഇന്ന് ഏറ്റവും പരിസമാപ്തിയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അവിടെ വിശ്വാസികൾ വേണ്ടത്ര അതിന് പ്രാധാന്യം അല്ലെങ്കിൽ അതിന് വില കൽപ്പിച്ചുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടുകൂടെ എടുക്കുന്നില്ലെങ്കിൽ എന്താ പറയുക, നമ്മളും വീണു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ താല്പര്യം, ഇതിൻ്റെ മധ്യത്തിൽ യഹോവ ഇറങ്ങി വന്ന് കലക്കിക്കളയെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ മധ്യത്തിൽ കാഹളം ധ്വനിക്കുവാനായിട്ട് പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു പോകാൻ ഉദ്ദേശിച്ച എൻ്റെ കാര്യം. കാഹളം ഇതിൻ്റെ മധ്യത്തിൽ ധ്വനിക്കുവാനായിട്ട് പോവുകയാണ്. മാത്രമല്ല കർത്താവിൻ്റെ വരവിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന ടെക്നോളജിയുടെ എന്താ പറയുക അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ നാം അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ശാസ്ത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ എന്താ പറയുക ഭാഷാപരമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേസിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ബന്ധത്തിൽ ഏറ്റവും അത്യുച്ച കോടിയിൽ എത്തിയിരിക്കുന്ന സ്ഥാനത്ത് അതിൻ്റെ മധ്യത്തിൽ കാഹളം ധ്വനിക്കും. നാം മണ്ടത്തരവണ്ണം സൂക്ഷ്മതയോടുകൂടി ഇരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. സണ്ണിച്ചാൻ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ഞാൻ ഒരു വാക്ക് ഞാൻ പറഞ്ഞിടുന്നത് രാജാനും രോസൻ ഓർപ്പിച്ചതുപോലെ അതേ ആശയം തന്നെയാണ്. ഇത് ഒരിക്കലും ദൈവമക്കൾക്കായിട്ടുണ്ടാക്കിയ ഒരു വിഷയമല്ല നാം ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ സമയം ചെലവഴിക്കുവാനായിട്ടും സാമ്പത്തിക നന്മ ഉണ്ടാക്കുവാനായിട്ടും അവരുടെ ബിസിനസ് നടക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയാന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം നമുക്ക് വേണം. അതിൻ്റെ നമ്മുടെ നിലയിൽ നാം അത് ഉപയോഗിക്കുന്നെങ്കിൽ പോലും അടിസ്ഥാനമായിട്ട് ദൈവമക്കളെ പ്രസാദിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയതും അതിൻ്റെ പിന്നിൽ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം നാം ആ കാര്യങ്ങൾ ചെയ്യുക. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് സന്നിച്ചാൻ കൺക്ലൂഡ് ചെയ്യുക. അതിനുശേഷം പ്രിയ ലാലുവങ്കൾ ചില അനൗൺസ്മെൻറ്റ് അത്യാവശ്യം നടത്തിയിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് സംക്ഷിപ്തമായിട്ടൊരു കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇംഗ്ലീഷിലേ ഉള്ളൂ, മലയാളത്തിലില്ല. കാരണം ഇവിടെയും ചെയ്തുകൊണ്ട് മലയാളം ചെയ്യാൻ സാവകാശം കിട്ടിയില്ല. ഞാനിപ്പോൾ രണ്ട് കാര്യം കൊച്ചുമോൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു വിശദീകരണം കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, നമ്മൾ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അതിലൊരു എക്സാമ്പിള് നമുക്കറിയാമല്ലോ പ്രിയ ബൗവറീസ് സുവിശേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത്. അപ്പോൾ ഏറ്റവും അധികം സമയം താൻ
ഈ മീഡിയ ഉപയോഗിക്കുമായിരുന്നു. ആ ഉപയോഗിക്കുന്നതിൽ പരമാവധിയും നമ്മുടെ സുവിശേഷീകരണത്തിൻ്റെ വിഷയങ്ങളല്ല താൻ കേൾക്കുന്നത്, മറ്റു വിഷയങ്ങളാണ് കേൾക്കുന്നത്. തന്നോടുള്ള ബന്ധത്തിൽ അത് ആവശ്യമാണ്. കാരണം ഇന്നത്തെ ഹൈന്ദവ ആശയങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ നീക്കങ്ങളും മനസ്സിലാക്കാനായിട്ട് പല നിലയിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഏത് കേൾക്കണം കേൾക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരവരുടെ ആത്മീയ അഭിവൃദ്ധിയും ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. സാധാരണ ഞാൻ പറയാറുണ്ട്, ഈ എത്തിസ്റ്റിക് ഒരു ബുക്കാണ് ഇടമറുകിൻ്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നുവോ എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകം വായിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ സുവിശേഷീകരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സാധാരണക്കാരൻ ആ ബുക്ക് വായിച്ചാൽ അവർ വിശ്വാസത്തിൽ വീണുപോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം നാം അത് ചെയ്യുന്നത്. നമുക്ക് ആത്മീയ വർധന വരുത്തുന്നുണ്ടോ, നമുക്കതുകൊണ്ട് ആത്മീയമായ പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ മറ്റേ ചോദ്യം ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ആ കാര്യമായി കൈകാര്യം ചെയ്താൽ ടൈം മാനേജ്മെൻറ്റിനുള്ള ബന്ധത്തിൽ നാം സമയം എങ്ങനെ വിനിയോഗിക്കുന്നു, അത് സോഷ്യൽ മീഡിയയുടെ ബന്ധത്തിൽ 1 മണിക്കൂർ ചെലവഴിക്കുന്നതും 1 മണിക്കൂർ ഫുട്ബോൾ കാണുന്നതും ക്രിക്കറ്റ് കാണുന്നതും എല്ലാം ഒരുപോലെ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇന്നതിന് മാത്രമായതുകൊണ്ട് തെറ്റ് എന്ന് വരുന്നില്ല. നമ്മൾ ടൈം മാനേജ്മെൻറ്റിൽ നാം സമയം എങ്ങനെ വിനിയോഗിക്കുന്നു, അത് നാം അലക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയങ്ങൾ, ചുമ്മാ കിടന്ന് ഉറങ്ങുന്ന, ആവശ്യമില്ലാതെ ആവശ്യത്തിൽ കൂടെ ഉറങ്ങുന്നതും തെറ്റാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൽ അതെല്ലാം വിഷയമാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമേ ഹാൻഡിൽ ചെയ്തുള്ളൂ, അതുകൊണ്ട് അതിനെ ഞാൻ ഫോക്കസ് ചെയ്തത്. എന്നാൽ ടൈം മാനേജ്മെൻറ്റിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളോടും എന്തും ടൈം മാനേജ്മെൻറ്റ് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണെന്നുള്ളത് നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ തിരിച്ചത് ടെക്നോളജി അതിൽ തന്നെ തെറ്റല്ല, ഒരു ടെക്നോളജി അതിൽ തന്നെ തെറ്റല്ല, നാം അത് വിനിയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ തെറ്റും ശരിയും ഇരിക്കുന്നത്. ഇത് മെയിൻലി ബോബിയുടെ പോയിന്റ് ആയിരുന്നു, അതിൽ നിന്ന് ഒരു പോയിന്റ് മാത്രം ഞാൻ ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നാം എന്ത് കാര്യം ചിന്തിച്ച വിഷയങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മീഡിയയുടെ ബന്ധത്തിൽ പ്രയോജനകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും കൂടുതൽ റിസ്ക്കും ഡേഞ്ചറും അതിൻ്റെ എക്സസീവ് യൂസിലുണ്ട്, അതിൻ്റെ മിസ്യൂസിലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നാം കണ്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്കിംഗ് ഒക്കെ നാം ശ്രദ്ധിക്കുകയും അവരുടെ ഫ്രണ്ട് ലിസ്റ്റ് നാം നോക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണെന്ന് നാം ഓർത്തു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ ആത്മീയമായ കാഴ്ചപ്പാടിൻ്റെ അവയർനെസ് ഉണ്ടാക്കണം. രാജാൻ എംഫസൈസ് ചെയ്ത കാര്യമാണ്. ചിലവരെ മാറ്റി നിർത്തി നമുക്കവരെ നേടാൻ പറ്റുകയില്ല. ആ ക്യൂരിയോസിറ്റി പിന്നെയും തെറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ആ വിഷയത്തിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. മീഡിയ ഉപയോഗിക്കുമ്പോൾ പൊതുവായിട്ടുള്ള റൂൾസ് ഉപയോഗിക്കുവാൻ, പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ്, കുഞ്ഞുങ്ങളോട് ബന്ധത പ്രത്യേകം ജിജോ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നാം ഓരോ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ആത്മീയമായിട്ടുള്ള നിലനിൽപ്പും നമ്മുടെ സാമൂഹികമായ നിലനിൽപ്പും ഒക്കെ നാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയായിട്ട് നാം മനസ്സിലാക്കി വേണം ചെയ്യുവാനായിട്ട് എന്നുള്ളത് ഓർത്തു. നാം പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കരുതലോടെ ആയിരിക്കണം. അത് നമുക്ക് തന്നെ പ്രയാസകരം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സമയം മിനിമൈസ് ദ ടൈം സ്പെൻഡ് ഓൺ മീഡിയാസ്. നാം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയം നാം ക്ലിപ്തപ്പെടുത്തുകയും പരമാവധി കുറയ്ക്കുകയും ചെയ്യണം. നാം മറ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കാളികളാകുമ്പോൾ നമ്മുടെ സാക്ഷ്യം നാം പാലിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണെന്ന് ഓർത്തു. സഭയോടുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്, ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്താണ്, അതിനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ പങ്കാളികളാകുക. നമ്മുടെ വിശ്വാസ ഇതര അഥവാ മറ്റ് ഉപദേശ ഗ്രൂപ്പുകളുടെ ബന്ധത്തിൽ ഒരു സമീകൃത ബാലൻസ്ഡ് അപ്രോച്ച് പാലിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതും നാം ഓർക്കുകയുണ്ടായി. സഭാ ഹോളിലും സഭാ മീറ്റിങ്ങുകളിലും മീഡിയ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണമെന്നുള്ളത് നാം കേട്ടു. കുടുംബത്തിലും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുവാനായിട്ട് ആവശ്യമുണ്ട്. സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവഹിതപ്രകാരമല്ലാത്ത ബന്ധം സ്ഥാപിക്കുവാനും ദൈവഹിതപ്രകാരമുള്ള ബന്ധം തകർക്കുവാനും സോഷ്യൽ മീഡിയ മുഖാന്തരമായി തീരാം. അതുകൊണ്ട് ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യണമെന്ന് നാം ഓർക്കുകയുണ്ടായി. നമ്മുടെ ആത്മീയവും ഭൗമികവുമായിട്ടുള്ള ജീവിതത്തെ ഇതിലെ അമിതമായിട്ടുള്ള പങ്കാളിത്തം
നശിപ്പിക്കും, അതിനെ തെറ്റായി ബാധിക്കും, ദോഷകരമായി ബാധിക്കും എന്ന് നാം ഓർക്കുകയുണ്ടായി. ഹൈപ്പർ നെറ്റ്വർക്കിംഗ് ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റിംഗ് ക്രിയേറ്റ് അൺഗോഡ്ലി ഹാബിറ്റ്സ്. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഇത് ദോഷകരമായി ബാധിക്കുന്നു. ഇതിലൊക്കെ പങ്കാളികളാകുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ സ്പിരിച്വൽ ആൻഡ് പേഴ്സണൽ ഹാസാർഡ് നമുക്ക് ഓർത്ത കാര്യമാണത്. ആത്യന്തികമായിട്ട് പിശാചിൻ്റെ ആയുധമായിട്ടാണ് ഇതിരിക്കുന്നത്. എങ്കിലും അതിൽ നിന്ന് നമുക്ക് ദോഷകരമല്ലാത്ത നിലയിൽ മാത്രം കൈകാര്യം ചെയ്യുവാനായിട്ട് നാം അതിനെ കൈകാര്യം ചെയ്യുക. വിനിയോഗം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ദൈവസന്നിധിയിലെ കണക്ക് കൊടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. കുട്ടികളുടെ സോഷ്യൽ മീഡിയയിലെ പങ്കാളിത്തം മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും ആവശ്യത്തിന് മാത്രം എന്നുള്ള നിലയിൽ പരിമിതപ്പെടുത്തുകയും ചെയ്യണം എന്നോർക്കുകയുണ്ടായി. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ബന്ധത്തിൽ ഒരു മാതൃകയായിരിക്കണം എന്നുള്ള പ്രത്യേകം ഓർത്ത് പിള്ളേരുടെ സോഷ്യൽ മീഡിയ ഒക്കെ മിനിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 5 മണിക്കൂർ മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നാൽ പിള്ളേർ മിനിമൈസ് ചെയ്യുകയില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മുടെ മാതൃക കുഞ്ഞുങ്ങൾ കാണുവാനായിട്ടും ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നാം ചിന്തിച്ച് ഈ കാര്യങ്ങളൊക്കെയാണ് നാം ഓർത്ത് ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കരുതുകയും ദൈവം നമ്മെ ഇത് മുഖാന്തരം വരും ദിവസങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I'm sure that the time that we spent here was a time of great blessing. I know the topics that we covered are so vast. There are so many things, and as you know, the things that we learned today, may the Lord help us in our Christian lives. One of the things that today in most of the Western world and also in India, many of the people replace the Bible also with social media. They bring the Bible in their tab or their phones, and they never have a habit of bringing the Bible. Let me tell you, that is one of the worst things that we can do, because as people are reading the Bible scriptures on the mobile, you will the messages keep popping up. So sin is directly there. And so always, we need to carry the word of God. There's a beautiful saying, either this book will keep you from sin or sin will keep you from this book. So may the Lord help us, in every aspect. Do it in moderation, as long as we must remember that we are in the presence of God. The Lord is watching us, and as long as we know that we are accountable to Him, I am sure that we can use our time profitably, not only in social media, but in every aspect of our lives. So may the Lord help us. A few of the prayer matters. We've been praying for little Abel. His checkup now is on June 28th, that is day after tomorrow. He has an appointment at the hospital. Let's especially pray for the checkup, that doctors would see a very favorable diagnosis, that his cornea is better and he would not need a surgery in any way. But the Lord is in control. The Lord has been helping that dear family. Sister Robin is traveling on the 29th. On the 29th, she is traveling. Let's especially uphold her in our prayers. Most of the prayer matters were announced yesterday as well. One other important prayer matter, Brother Sanil, he was mentioning about the assembly in Pakil. That is an assembly that is there in a place for 22 years. Unfortunately, there's been some issue with the land. The land is theirs, and there are 40 families around this assembly who have land and house. It was sold many years back, but now there is a problem. The person who sold, his children have come and put a case, and they want this land back, and they are going through the courts now, and that will affect the Pakil assembly that is there for 22 years, as well as many of those families around. Of the 40 families, Brother Sanil said there is only one family that is a saved family. So let's especially pray that the Lord will be in control, and this assembly will not go through any problems, that it will be there as a witness for that place. So let's especially remember this matter as well. Other matters, those dear ones who are in need of job, let's continue to pray for dear Sunny Chain,
and also many of our dear brothers, Robert and Brother Samson's formalities, Brother Ajo, and many dear ones who are going through difficult times. We remember those who are in need of prayers for our health. Let's continue to uphold them, and just especially commit all these matters. As I conclude, as San Chan was mentioning in that verse, ultimately test all things, and hold fast what is good. So may the Lord help us in our Christian life, and may His name be glorified. Shall we all stand up, and we will close in prayer. Our gracious God, our loving Heavenly Father, we want to thank you and praise you, dear Lord, for this beautiful day that God has allowed us to see. Thank you, Lord, that every day that we see in our lives reminds us of God's wonderful faithfulness to each one of us. Oh, Lord, Father, what a great privilege, Lord, to be called your children, the children of the living God. Even at this very moment, oh, Lord, we remember that, Lord, wretched sinners like us, Lord, how we reached your presence, oh, Father. It is only because of the grace and mercy and the love of God. Oh, Lord, thank you, Lord, for